മകളെ ലച്ചുവേ, ഇതൊന്നും എവിടെ പോണ്? പിണങ്ങിയാ? മകളെ വാ വാ, പറയട്ടെ, അച്ഛൻ പറയട്ടെ, വാ. ഞാനേ ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല, അതുകൊണ്ട് ഞാൻ എന്റെ വഴിക്ക് പോകും. എവിടെ പോണു? ഞാൻ കുഴിപ്പളത്ത് പോണ്. ഇത് കൊള്ളാം. ഇത് പണ്ട് നമ്മളെ കുടുംബത്തിലെ ഒരു കർണാടക മാമ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിൽക്കും, ഇതിന് ബോളുണ്ടാക്കും, അച്ഛനും അമ്മയായിട്ടൊക്കെ. തിരിച്ചു വല്ലതും പറഞ്ഞ അപ്പം തന്നെ കെട്ടും പാട്ടോട് തലമിടും. പിന്നെ ഒരു 3 മാസം കഴിഞ്ഞ് തിരിച്ചു വരും, പിന്നെയും വരും, പിന്നെയും പോവും. അതുപോലെയാണ് എൻ്റെ മക്കള്. ലച്ചു, നീ പറഞ്ഞത് നമ്മളങ്ങനെ വലിയ തെറ്റായിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല. അത് ശരി തന്നെയാണ് നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ. പിന്നെ കുടുംബമാകുമ്പോൾ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, അതെല്ലായിടത്തും അങ്ങനെ തന്നെയാ. മക്കളെ ലച്ചു, എല്ലാവർക്കും ഒരുപോലത്തെ ജീവിതം കിട്ടുമോ? എല്ലാവർക്കും കോടീശ്വരന്മാരാകാൻ പറ്റുമോ? ചിലർ പണക്കാരാവും, ചിലർ പാവപ്പെട്ടവരാവും. ഓരോരുത്തരും ഓരോ വ്യത്യസ്ത രീതിയിലും സാഹചര്യത്തിലും ജീവിക്കണത്. ഇപ്പം കുഴിപ്പള്ളക്കാർ അങ്ങനെ ജീവിക്കണം, നമ്മളതാ ഇങ്ങനെ ജീവിക്കണം, അത്രയല്ലേ ഉള്ളൂ. നമുക്കിതൊക്കെ മതി മക്കളെ, ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? നമുക്കിതൊക്കെ മതിയമ്മ, ഇതിൽ കൂടുതൽ വേറെ ആവശ്യമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പോൾ എനിക്ക് നല്ല വിഷമമാവും, അത്രേ ഞാനും പറഞ്ഞുള്ളൂ. ലച്ചു, അതെ, അമ്മയ്ക്കൊരു കാര്യം പറയാനുണ്ട്. നിനക്ക് ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ആവണമെങ്കിൽ, അതായത് വല്ല ജോലിക്കോ പഠിക്കാനോ ഒക്കെ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ പെട്ടെന്ന് ആയിക്കോണം. അത് നിൻ്റെ മാത്രം തീരുമാനമാണ്, നമുക്ക് സപ്പോർട്ട് ചെയ്യാനല്ലേ പറ്റുള്ളൂ. പിന്നെ അവസാനം പറയരുത് അച്ഛനും അമ്മയും ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തിയില്ല എന്ന്. കൈപിടിച്ച് ഉയർത്തിയ ഇപ്പം കൊമ്പത്തി നിന്നിരിക്കും. നിനക്ക് പറയാനുള്ളതൊക്കെ നീ ഓൾറെഡി പറഞ്ഞു തീർത്തല്ല. ചേച്ചി, ഇമോഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രായവും ബന്ധവും നോക്കാൻ പറ്റത്തില്ല. പറഞ്ഞു. ചേട്ടാ, ഇത് എന്ത് കഷ്ടമാ. എല്ലാരും പറയുന്നുണ്ട് ഞാൻ പറയൊക്കെ കാര്യമുള്ള കാര്യമാണെന്ന്, എന്നിട്ട് എല്ലാരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കണം. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? എല്ലാരോടും സോറി പറയണോ? പറയാം. അച്ഛാ, അമ്മ സോറി. ചേട്ടാ, കേശു സോറി. പാർവേ, നിന്റെ അടുത്ത് ഞാൻ എന്തെങ്കിലും മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ അടുത്തും സോറി. മതിയല്ല? മക്കളെ, ഇവിടെ സോറി പറയേണ്ട അച്ഛനാണ്. അമ്മയെ വെറുതെ കുറ്റപ്പെടുത്തരുത്. അവൾ അഹോരാത്രം പണിയെടുക്കുന്ന ആർക്ക് വേണ്ടിയാണ്? കുടുംബത്തിന് വേണ്ടിയാണ്. ഇപ്പോഴതുപോലെ ജോലി കൊണ്ടേയിരിക്കുന്നു. പിന്നെ അച്ഛനാണെങ്കിൽ കളിച്ച് ചിരിച്ച് നടക്കും, ബന്ധുക്കൾക്ക് വില കൊടുത്തും പിന്നെ നിങ്ങളെ വളർച്ച കണ്ട് ആനന്ദിച്ചും അങ്ങനെ തള്ളി നിൽക്കുകയാണ്. അച്ഛന് ഈ കുടിലും കൊട്ടാരം തമ്മിലുള്ള വ്യത്യാസം ഒന്ന് അറിഞ്ഞുകൂടാ? അച്ഛൻ കൊണ്ട് പറഞ്ഞിട്ടില്ലേ അച്ഛനൊരു പരാജയമാണെന്ന്? ഇപ്പോഴും അതൊക്കെ തന്നെ. പക്ഷെ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ അച്ഛനെ പരാജയപ്പെടുത്താൻ പറ്റില്ല. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. എൻ്റെ മക്കള് അച്ഛനെ ശകാരിക്കേ കുറ്റപ്പെടുത്തേ എന്ത് വേണോ ചെയ്തു. പക്ഷേ അച്ഛൻ്റെ അവസ്ഥയെ പുച്ഛിക്കരുത്. അച്ഛൻ എന്തോന്നൊക്കെയാ അച്ഛാ പറയണേ? അച്ഛനെ പോലത്തെ ഒരു മനുഷ്യനെ ഞങ്ങൾക്ക് അച്ഛനായിട്ട് കിട്ടിയതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം. അച്ഛനാണ് ഞങ്ങളുടെ ചോട്ടാ ഭീം. നീ പോണല്ലേ? എന്ത് കാര്യത്തിന്? പോടി, പോ. സൗകര്യമില്ല പോവാൻ. പോ.